മറ്റുള്ളവരെ പിന്നാലെ ഓടിപ്പിക്കുന്നത് ഒരു വിനോദമാണല്ലേ? സഫിയ പിന്നാലെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നാലിനി എപ്പോഴും പിന്നാലെ കാണുമെന്ന് മനസ്സിലാക്കിയാ മതി. അത് ശരി. അല്ല, എന്തിനാ പിന്നാലെ ഓടിയെത്തിയത്? ഒന്ന് കാണാൻ. ഞാനെന്താ കാഴ്ച വസ്തുവാണോ? അല്ല, കാണാൻ കൊതിക്കുന്ന വസ്തു. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ? കാര്യം പറയുന്നതിന് മുമ്പേ പോകാൻ ധൃതിയായോ? എന്ത് കാര്യം? പറയുന്നേ. അല്ല, പ്രണയവിവാഹം നടത്തുന്നവരെ കുറിച്ച് ഓർത്ത് ചിരിച്ചു പോയത്. ആരാ ഇപ്പൊ പ്രണയവിവാഹം നടത്തിയത്? എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരിയാ, സരള എന്ന പേര്. പാവം, അന്യജാതിയിലുള്ള ഒരാളെ സ്നേഹിച്ചതുകൊണ്ട് ബന്ധുക്കളെല്ലാം ശത്രുക്കളായി. ഇനി എഴുന്നേക്കാൻ പറ്റുമോ? പിന്നെ ഇതൊന്നും വലിയ കാര്യമില്ല. 10 കോഴിന്റെ ബിരിയാണി ഒന്നിച്ച് നമ്മള് തിന്നും. അത് കണ്ടറിയാം. നിനക്കുണ്ണാൻ ചോറുണ്ടല്ലോ. കൊണ്ടേ കഴിച്ചോളാം. എന്നാ ഞാൻ പോട്ടെ. അധികം ടൗണിലേക്കൊന്നും പോകണ്ട. നീ പേടിക്കാതിരി കൊച്ചേ. 2 ദിവസമായിട്ട് ഞാൻ ടൗണിൽ തന്നെയാ ഓടുന്നത്, അറിയോ? നമ്മളും ടൗൺ വരെ ഉണ്ട്. എന്നാ കണിയന്നൻ വണ്ടിയിലോട്ട്. അയ്യോ വേണം. ഇപ്പൊ ഇതൊക്കെ മതി. എനിക്ക് വയ്യ. നാട് മുഴുവൻ ചുറ്റി. എന്താ പ്രത്യേകിച്ച്? ആന്റണി പുനലൂരുണ്ട്. പുനലൂര്? അതെ, അവിടുത്തെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ അവനൊരു സ്ഥിര ഓട്ടക്കാരനാണെന്നാ പറഞ്ഞത്. അതുമാത്രമല്ല, ആന്റണിയും സരളയും താമസിക്കുന്ന സ്ഥലവും ഞാൻ മനസ്സിലാക്കി. എന്നാൽ ഇപ്പൊ തന്നെ പോടാ. ചേട്ടനോ? വരി ചേട്ടാ. ചേട്ടൻ? ആരെയല്ലേ ചേട്ടൻ? എവിടെയാ? ഇവിടെ ഇല്ല. ഓഹോ, നമ്മൾ വരുന്ന കണ്ട് പേടിച്ച് ആന്റണി എവിടെങ്കിലും ഒളിച്ചതായിരിക്കും. അദ്ദേഹം അവനൊരു ഭീരുവല്ല. നിന്റെ ഒരു അദ്ദേഹം. നീ അവനെ കൊന്നു കുഴിച്ചു മൂടാനാണ് ഞങ്ങളിവിടെ വന്നത്. അതിന് നിങ്ങളെ കൊണ്ട് കഴിയില്ല. പിടിച്ചു വണ്ടി കയറ. തൊട്ടുപോകരു തന്നെ. ചേട്ടന് നാണമില്ലേ? സ്വന്തം സഹോദരി അപമാനിക്കാൻ ഒരുത്തനെ കൊണ്ട് വന്നിരിക്കുകയാണല്ലേ? നീ അവരുടെ സഹോദരി. തറവാടിന്റെ മാനം കെടുത്തി കണ്ട നസാനോട് ഒളിച്ചോടി പോയോളെ. വായുവേ.
നമുക്ക് ഇപ്പൊ പോവാം. കാതറേ, കാതറേ, ശങ്കരൻ നേരെ എന്നെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. കണ്ടിടത്തോളമൊക്കെ മതി. ഞാനൊന്നും അറിയില്ലെന്നാണ് നാം വിചാരിച്ചതല്ലേ? ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നിരുന്നത് എന്റെ വീടാണെന്ന് കരുതിയിട്ടാണ്. നമ്മൾ വെറും കൂട്ടുകാരായിരുന്നില്ലടാ, സഹോദരന്മാരായിരുന്നു. എനിക്കൊരു അപമാനം വന്നാൽ നിനക്കത് താങ്ങാൻ കഴിയില്ലെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ എന്നെ അവമാനിക്കാൻ നീ കൂട്ടുനിന്നു. ശങ്കരൻ നായരെ, നിങ്ങൾ വിചാരിക്കുമ്പോഴേ അല്ല കാര്യങ്ങൾ നടന്നത്. ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് ഇപ്പോ അത് മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാക്കണ്ട. അന്ന് ഞാനിവിടെ വന്ന് എന്റെ മകളെ കണ്ടില്ലെന്ന് പറഞ്ഞപ്പോ നീ അവളെ അകത്തൊളിപ്പിച്ചിരുത്തിയിട്ട് ഒന്നും അറിയില്ലെന്ന് ഭാവിച്ചു. അവിടെ രജിസ്റ്റർമാരെ നിങ്ങൾ കൂട്ടുനിന്നു, താമസിക്കാനുള്ള സൗകര്യം കൊടുത്തു. ഇത്രയൊക്കെ ആയിട്ടും ഒരു വാക്കെങ്കിലും നിങ്ങളോട് പറഞ്ഞോ? അന്ന് അവരിവിടെ വന്നപ്പോ അവനെ പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചിട്ട് നീ അവളെയും കൂട്ടി വീട്ടിലേക്ക് വന്നിരുന്നെങ്കിൽ അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള വിവാഹം ഞാൻ നടത്തിയത്. ഇന്ന് എന്റെ മുഖത്താരും കാർക്കിച്ചു തുപ്പില്ലായിരുന്നു. എന്നോട് ചെയ്തത് വിശ്വാസവഞ്ചനായിരുന്നു നിനക്ക് പറയാൻ കഴിയൂടാ കാതറേ? നീയാണോടാ സ്നേഹിതൻ? ശങ്കരനായർ പറഞ്ഞത് ശരിയാണ്. അന്ന് ഞമ്മക്ക് ശങ്കരനായർ പറഞ്ഞ പോലെ ചെയ്യാമായിരുന്നു. പക്ഷേല് നിങ്ങളുടെ മോൾ ആന്റണിയും കൊണ്ട് ഇവിടെ വന്ന് കയറിയത് അവനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ കെട്ടിത്തൂങ്ങി സത്തുകളെന്നും പറഞ്ഞോണ്ടാ. നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടാ ഇപ്പൊ നിങ്ങളുടെ മോള് ജീവനോടെ ഇരിക്കണത്. അവൾ അങ്ങനെ മരിച്ചിരുന്നെങ്കിൽ ആ ദുഃഖം അതോടെ തീർന്നേനെ. ഇപ്പൊ നിങ്ങളുടെ നാവോണ്ട് അങ്ങനെയൊക്കെ പറയാം. പക്ഷേല് കാലത്ത് സമ്മതിക്കാം ശങ്കരനായരെ. അവളെ ഞാൻ എന്നെ പടിയടിച്ച് പിണ്ടം വെച്ചു. എന്നോട് നിങ്ങൾ ഈ ചതി ചെയ്തേന് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വളർന്ന് നിൽക്കുന്നുണ്ടല്ലോ, അനുഭവിച്ചോളൂ. ഖാദറേ, എന്റെ വേദന ഒരച്ഛന്റെ വേദന, അതെന്താണെന്ന് നീ അനുഭവിക്കും. നമ്മൾ തമ്മിലുള്ള ബന്ധം ഈ നിമിഷം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. മനുഷ്യ ഇന്നു നീ വിടങ്ങും ദാഹമാ ചതിച്ചു നിൽക്കുന്നു കൊതിയാ ജാതിയും മതവും തീർത്തിരാ ചക്രവ്യൂഹങ്ങൾ ഇവിടെ സ്നേഹമോ സരസയ്യ തന്നിലായി ഇവിടെ ത്യാഗമോ എരിതീയിൽ വീണുപോ വ്യൂഹമേ ചക്രവ്യൂഹമേ വ്യൂഹമേ ചക്രവ്യൂഹമേ വ്യൂഹ
വ്യൂഹമേ സരളേ, പോയി മേലെ ഇട്ട് വരൂ. ചോറ് ഇപ്പൊ തരാം, കൂട്ടാൻ തിളയ്ക്കുന്നതേ ഉള്ളൂ. എനിക്കൊരു ധൃതിയുമില്ല. എന്നാ 2 ദിവസം ഓട്ടോറിക്ഷ ഓടിച്ചാൽ കിട്ടുന്ന കാശുമായിട്ടാ വന്നിരിക്കുന്നത്. നീ ഇവിടെ ഒറ്റയ്ക്കായതുകൊണ്ടാ, അല്ലെ രാത്രി ഞാൻ ഓടിയനെ. വേണ്ട വേണ്ട, അങ്ങനെ ഇപ്പൊ എന്റെ പൊന്ന് മരിച്ച ജോലി ചെയ്യണ്ട. ഒരു ഭാര്യയല്ലേ ഉള്ളൂ, അവളെ പോറ്റാൻ ഇത് മതി. അതല്ല സരളേ, ഇന്ന് ഒരു കാർ വെക്കാൻ വന്നിരുന്നു. നല്ല ഒന്നാന്തര അംബാസഡർ വണ്ടി. കാശുണ്ടായിരുന്നത് വാങ്ങാമായിരുന്നു. നിന്റെ എല്ലാം കൂടെ എത്ര കാശുണ്ട്? ഒരു 2000 രൂപ ഉണ്ടാവും. അത് പോരല്ലോ. ഒരു 8000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഓട്ടോറിക്ഷയും കൂടെ വിറ്റിട്ട് ആ വണ്ടി വാങ്ങായിരുന്നു. ആ ഓട്ടോ, ഇനിയും സമയമുണ്ടല്ലോ. ഇവിടെ ആരുമില്ലേ? നിങ്ങളാണോ ആന്റണി? അതെ. നിങ്ങളാണോ സരള? അതെ. നിങ്ങൾ രണ്ടുപേരും സ്റ്റേഷനിലേക്ക് വരണം. എന്തിനാണ് സാർ? അതൊക്കെ അവിടെ വന്നിട്ട് പറയാം. സാറ് വിളിച്ചാൽ ഞങ്ങൾ വരേണ്ടതാണ്. പക്ഷേ ഞങ്ങൾ ചെയ്ത കുറ്റം ഞങ്ങളോട് അറിഞ്ഞിരിക്കണ്ടേ? ഞാൻ പറഞ്ഞില്ലേ സാർ ഇവൻ വരില്ലെന്ന്. ഇവരിട്ട് 2 കൊടുത്ത് തൂക്കിയെടുത്ത് ജീപ്പിലിട്ട് കൊണ്ടുപോകണം സാർ. ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു തെണ്ടിയാണ് ഇവൻ. മിസ്റ്റർ സോമൻ, ഓട്ടോറിക്ഷ ഓടിക്കലാണ് എന്റെ ജോലി. അതൊരു അന്തസ്സായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ഈ ജോലിയേക്കാൾ എത്രയോ ഭേദമാണ്. സാർ, BA പാസ്സായതിനു ശേഷം എനിക്കും SI സെലക്ഷൻ കിട്ടിയത്. കൈക്കൂലി കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ട് സാർ ഇട്ടിരിക്കുന്ന യൂണിഫോം എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ യൂണിഫോം ഇട്ടിരിക്കുന്നത്. സാർ ഇരിക്കുന്നു. നിങ്ങൾ ഈ സ്ത്രീയെ കടത്തിക്കൊണ്ടുവന്നുവെന്ന് ഞങ്ങൾക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്. എന്നെ ആരും കടത്തിക്കൊണ്ട് വന്നതല്ല സാർ, ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ ഇറങ്ങിപ്പോന്നതാണ്. ഇവളെന്റെ ഭാര്യയാണ് സാർ. വിവാഹം കഴിക്കാത്തൊരു സ്ത്രീയും പുരുഷനും ഒന്നിച്ച് താമസിക്കാൻ പാടില്ല. നിങ്ങൾക്ക് പറയാനുള്ളത് കോടതിയിൽ പറഞ്ഞാൽ മതി. സാർ, ഒരു മിനിറ്റ്. സാർ, ഇതാണ് ഞങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രമാണം. ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ കോടതിയിൽ ഈ തെളിവ് മതിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. Yes. മിസ്റ്റർ സോമൻ, നിങ്ങൾ പോലീസിനെ കളിപ്പിക്കായിരുന്നു. ഈ ഒരു വിവാഹം കഴിച്ചിട്ടല്ലേ പറഞ്ഞത്? നോൺസെൻസ്. ഐ എം സോറി മിസ്റ്റർ ആന്റണി. ഇറ്റ്സ് ഓൾ റൈറ്റ്. വരട്ടെ. നിന്റെ ചേട്ടൻ ഒരു വല്ലാത്ത മനുഷ്യനാണല്ലോ. നമ്മുടെ ജീവിതം തകർത്തേ അടങ്ങുമെന്നാണോ അയാളുടെ വാശി? നീ വാ.